ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജനുവരി 3-ാം തീയതി. വർഷം തുടങ്ങിയാൽ നമ്മൾ ആദ്യം ദൈവമാതാവിൻ്റെ മാതൃത്വ തിരുനാളും കർത്താവിൻ്റെ ചേതനാചാരങ്ങളും ഒക്കെ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ നമ്മുടെ കേരളക്കരയിലെ ക്രിസ്ത്യാനികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ജീവിതം, നമ്മളിപ്പോൾ എന്തായിരിക്കുന്നുവോ അതിൻ്റെ എല്ലാം അടിത്തറ പണിതുയർത്തിയ ഒരു മഹാവിശുദ്ധൻ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആ പുണ്യാത്മാവ് ചവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്ന് നമ്മൾ പറയും. അമ്മ വിളിക്കും കുഞ്ചാക്കോച്ചൻ എന്ന്. പ്രിയ സഹോദരങ്ങളെ, 1805 ഫെബ്രുവരി 10-ാം തീയതി കൈനഗിരിയിൽ ജനിച്ചതാണ് കുര്യാക്കോസച്ചൻ, ചാവറയച്ചൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകളുടെയും സ്ഥാപകൻ. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് CMI സന്യാസ സഭ. അദ്ദേഹത്തെയാണ് റോക്കോസ് ശീശ്മയിൽ നിന്നും സഭയെ സംരക്ഷിക്കാനായിട്ട് ഈ വിശുദ്ധനായ മനുഷ്യനെയാണ് ഏൽപ്പിച്ചത്. വികാരി ജനറാളായിട്ട് നിയമിച്ചത്. അതുപോലെ സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ വികാരി ജനറാളായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാന്നാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും, സംസ്കൃത സ്കൂൾ ആരംഭിച്ചത്, മരപ്രസ് സ്ഥാപിച്ചത്, ആരാധനാക്രമം പരിഷ്കരിച്ചത്, പള്ളികളിൽ ഞായറാഴ്ച പ്രസംഗങ്ങളും ജനങ്ങളുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കായി ധ്യാനങ്ങളും ക്രമീകരിക്കുകയും ചെയ്തത് ഈ ചാവറ പിതാവാണ്. അതുപോലെ ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം, പള്ളിക്കൂടത്തിൽ ഉച്ചക്കഞ്ഞി, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഈ പുണ്യാത്മാവാണ് തുടക്കമിട്ടിട്ടുള്ളത്. ഒരിക്കലും കേരള സഭ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ചാവറയച്ചൻ. വിശുദ്ധ അൽഫോൻസമ്മ രോഗിണിയായിരുന്നപ്പോൾ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചാവറ പിതാവ് അൽഫോൻസമ്മയ്ക്ക് കാണപ്പെടുകയും ദർശനം കൊടുക്കുകയും അങ്ങനെ രോഗശാന്തി നൽകുകയും ചെയ്തതായിട്ട് അൽഫോൻസമ്മ തന്നെ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ പിതാവ് സന്യാസിനികൾക്ക് വേണ്ടി, അതായത് സ്ത്രീകൾക്ക് വേണ്ടി സഭകൾ സ്ഥാപിച്ചത്. ഓരോ മഠങ്ങളിലേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭക്ഷണ സാധനങ്ങളും അതുപോലെ വൃക്ഷങ്ങളുടെ തൈയും ചെടികളും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറയും. അങ്ങനെ ചാവറയച്ചൻ പ്രയോരച്ചൻ എന്നാണ് അന്ന് അറിയപ്പെടുക. അച്ഛൻ പോകുന്നിടത്തെല്ലാം മഠങ്ങളിലും വൈദിക മന്ദിരങ്ങളിലും സെമിനാരികളിലെല്ലാം ഓരോ ചെടികൾ കൊണ്ടു കൊടുക്കും. അങ്ങനെ അച്ഛൻ പലയിടത്തും ഒരു മാവിൻ തൈ കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന്. ആ മാവ് വളർന്നു വലുതായി അതിൻ്റെ മാങ്ങയെ പ്രിയോർ മാങ്ങ എന്ന് പറയുന്നു. കാരണം പ്രിയോരച്ചൻ കൊണ്ടുവന്നതാണെന്ന് അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പള്ളിക്കൊരു പള്ളിക്കൂടം നിർമ്മിച്ച് നമ്മെ വിദ്യാഭ്യാസത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒരു മഹാത്മാവാണ്. അതുപോലെ തന്നെ സംസ്കൃത ശ്ലോകങ്ങൾ നമുക്കൊന്നും വായിക്കാനോ പഠിക്കാനോ പാടില്ലായിരുന്നു പണ്ട്, ബ്രാഹ്മണർക്കല്ലാതെ. ആ കാലത്താണ് അച്ഛൻ ക്രൈസ്തവർക്കായിട്ടൊരു സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നത്. ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട്. ചാവറയച്ചൻ വലിയൊരു കഥാകൃത്ത് കൂടിയാണ്. കവിതകളും രചിച്ചിട്ടുണ്ട്.
അതുപോലെ തനിക്ക് കിട്ടിയ ദർശനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആത്മാനുതാപം വളരെ പ്രസിദ്ധമാണ്. മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന, ആത്മാനുതാപം, അനസ്തേസ്യയുടെ രക്തസാക്ഷിത്വം, ഈ 3 കാവ്യകൃതികളാണ് ചാവറയച്ചൻ കൈരളിക്ക് നൽകിയിട്ടുള്ളത്. വലിയൊരു പണ്ഡിതനായിരുന്നു ചാവറ പിതാവ്. എപ്പോഴും ഈശ്വരൻ സ്വന്തം ആത്മാവിൽ തെളിച്ചു കാട്ടുവാൻ എനിക്ക് നൽകിയ വെള്ളവസ്ത്രവും വെളിച്ചവും നഷ്ടപ്പെടുത്തിയല്ലോ എന്നോർത്താണ് ചാവറ പിതാവ് വിലപിക്കുന്നത്. മാമോദീസായിൽ കിട്ടിയ വസ്ത്രം നശിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശുദ്ധർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ചാവറ പിതാവിൻ്റെ കവിതയിൽ കാണുന്നൊരു വലിയ കാര്യമാണ് സ്വർഗത്തിൻ്റെ മനോഹാരിത. താൽക്കാലികവും അനിത്യവുമായ ഈ പ്രപഞ്ചം ഇത്രമേൽ സുന്ദരമാണെങ്കിൽ സമസ്ത ഐശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം എത്രയധികം മനോഹരമായിരിക്കും. ചാവറ പിതാവ് എപ്പോഴും പറയുക, യേശുവിനും അവിടുത്തെ മാതാവിനും നേരിട്ട ദുഃഖത്തിന് കാരണം താൻ ജീവിതകാലത്ത് ചെയ്തു പോയ പാപങ്ങളാണെന്ന് പറയുകയും അവയെപ്പറ്റി മനം നൊന്ത് കരയുകയും ചെയ്യുന്ന കവി. അതാണ് ചാവറ പിതാവ്. യേശുവിൻ്റെയും മാതാവിൻ്റെയും ദുഃഖത്തിന് കാരണം എൻ്റെ പാപങ്ങളാണ് എന്ന് പറയാനുള്ള ആത്മാനുതാപം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എവിടെ നോക്കിയാലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാൻ സത്യം പറഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ തെറ്റ് തിരുത്തിയതാ, എനിക്കൊരു തെറ്റുമില്ല എന്ന് പറയുന്ന വലിയ പാപികളുണ്ട് നമ്മുടെ ഇടയിൽ. ആ പാപം വളരെ വലുതാണ്. കാരണം ഒരിക്കലും അനുതാപത്തിലേക്ക് നയിക്കാത്ത ചിന്തയാണ് എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നത്. ഈ മഹാവിശുദ്ധൻ എപ്പോഴും മനം നൊന്ത് കരഞ്ഞിരുന്നത് ഞാൻ പാപം ചെയ്തത് മൂലമാണല്ലോ യേശുവും മാതാവും ഇതുപോലെ ദുഃഖിക്കേണ്ടി വന്നത് എന്നാണ്. ആത്മാനുതാപത്തിൻ്റെ മുതൽക്കൂട്ടാണത്. പിതാവിന് കിട്ടിയിട്ടുള്ള ദർശനങ്ങളെല്ലാം ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് വ്യക്തമായ ഒരു ദർശനം ഇവിടെ നൽകുന്നുണ്ട്. അതിൽ ശാന്തി എന്ന് പറയുന്ന ഒരു സഹോദരിയോടുള്ള സംസാരമായിട്ടാണത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറിയവും ശാന്തി എന്ന് പറയുന്ന ഒരു ഇടയ കന്യകയുമായുള്ള സംഭാഷണമാണ് പിതാവിൻ്റെ ദർശനത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവപുത്രന് ഭൂമിയിലേക്ക് 2 പ്രാവശ്യത്തെ വരവുണ്ടെന്നും 1ാമത് മനുഷ്യകുലത്തെ രക്ഷിക്കുവാനും 2ാമത് വലിയ ശക്തി മഹത്വങ്ങളോടെ മനുഷ്യന് ശിക്ഷയോ രക്ഷയോ നൽകി നീതി നടത്തുവാനായിട്ടും അവിടുന്ന് എഴുന്നള്ളും എന്നാണ്. അതുകൊണ്ട് അന്നേ തന്നെ പറയുന്നു, ഈ 2ാമത്തെ എഴുന്നള്ളത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങണമെന്ന്. പിതാവിൻ്റെ കവിത വളരെ സുന്ദരമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ള ഭാഷയാണ്. എല്ലാവരും സൂക്ഷിക്കണം, നഞ്ചിത് കൈക്കും ദൃഢം തിന്നുന്ന മനുഷ്യനും അപ്പോഴേ ചത്തുവീഴും എന്നവൻ ചൊല്ലിക്കൊണ്ട് താനത് ഭക്ഷിക്കുകയിൽ ചൊല്ലിയ സത്യം നേരുന്നുറയ്ക്കുന്നവനുണ്ടോ എന്ന പോലല്ല നാഥൻ തന്നെ തിരുദേഹാൽ ഇന്നിതൊക്കെയും ക്ഷമിച്ചിടുവാൻ എഴുന്നള്ളി തന്നെ നീതിശക്തി മുഷ്കരം കാട്ടിയിടുവാൻ തൻ തിരുശോഭയോടെ വന്നിടും ഒടുക്കത്തിൽ എന്നതിൻ ചിഹ്നം മുൻപിൽ കാട്ടിയിടും ആകാശത്തിൽ മഞ്ഞിലുള്ളവരൊക്കെ കണ്ടുടൻ ഭ്രമിച്ചിടും. എത്രയും ഘോരമായ മിന്നലുമിടികളും തത്രാസം കൊണ്ട് ജനം കാനനമതിൽ പോകും. സമുദ്രം കലങ്ങിയിടും, പൊങ്ങിടും അതിൽ ജലം. സരന്ത്രങ്ങളിൽ നിന്ന് സിംഹാദി മൃഗങ്ങളും പുറപ്പെട്ട് അങ്ങുമിങ്ങും ഓടിയിടും. പരിഭ്രമാൽ ധരിത്രി ഇളകിയിടും, നശിക്കും ഗ്രഹങ്ങളും. ആദിത്യൻ കറുത്തിയിടും, സോമനും ചുമന്നിയിടും. ആദിയിൽ കാണാതുള്ള കാഴ്ചയാൽ നരജനം മൃഗങ്ങൾ കഴികളിൽ ഒളിപ്പാൻ ശ്രമിച്ചിടും.
മൃഗജന്തുക്കളൊക്കെ നഗരി തന്നിൽ പോകും. ഇങ്ങനെയുള്ള ബഹുഘോരമാം ഭയത്തിനാൽ തിങ്ങുന്ന ദുഃഖത്തിനാൽ നിർജീവർ നരന്മാരും അപ്പോഴും അഗ്നിമഴ വർഷിക്കും. പുറപ്പെടും അപ്പുവിൽ നിന്ന് അഗ്നിയൊഴുകും ജലം പോലെ. രണ്ടാമത്തെ ആഗമനത്തിനുള്ള അടയാളങ്ങളാണ് സഹോദരങ്ങളെ ചാവറപ്പിതാവ് ഒരു നൂറ്റാണ്ടിന് മുൻപ് എഴുതി വച്ചിട്ടുള്ളത്. ആ ദ്വിതീയ ആഗമനത്തിനുള്ള അടയാളങ്ങൾ അവിടുന്ന് തനിക്ക് മുൻപേ ആകാശത്തിൽ കാണിക്കുമെന്ന്. രണ്ടാമത് വരുന്നതിന് മുമ്പ് ആകാശത്തിൽ അടയാളങ്ങൾ കാണിക്കും. അപ്പോൾ ഈ ഭൂമിയിലുള്ളവരെല്ലാം അത് കണ്ട് ഭ്രമിക്കും. എത്രയും ഘോരഘോരമായ ഇടിമിന്നലുകൾ ഉണ്ടാകും. ഭയചകിതരായ ആളുകൾ അത് കണ്ട് കാടുപോകും. സമുദ്രം കലങ്ങി മറിയും. ജലം ഇളകി ഉയരും. ഗുഹകളിൽ നിന്ന് സിംഹം തുടങ്ങിയ മൃഗങ്ങൾ പുറപ്പെട്ട് നാലുപാടും പായും. പരിഭ്രമം കൊണ്ട് ധാരാതലം ഇളകും. ആകാശമാർഗത്തിലെ ഗ്രഹങ്ങൾ തകർന്നു വീഴും. സൂര്യൻ ഒരു കരിക്കട്ടയായി മാറും. ചന്ദ്രബിംബം ചുവപ്പ് രാശി പൂകും. അന്നോളം കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കണ്ട് മനുഷ്യരും മൃഗങ്ങളും ഗുഹകളിൽ ഒളിക്കാൻ ശ്രമിക്കും. പട്ടണത്തിലേക്ക് ഹിംസ്ര ജന്തുക്കൾ പാഞ്ഞുവരും. ഇങ്ങനെയുള്ള ഭയങ്കരമായ അവസ്ഥയിൽ ലോകം മുഴുവൻ ഭയം കൊണ്ട് തിങ്ങി നിറയും. മനുഷ്യരെല്ലാം ജീവച്ഛവങ്ങളെപ്പോലെ വിറങ്ങിലിച്ച് നിൽക്കും. അപ്പോൾ ആകാശത്തു നിന്ന് അഗ്നി വർഷിക്കപ്പെടും. സമുദ്രത്തിൽ നിന്നും അഗ്നി ജലം പോലെ ഒഴുകും. മനുഷ്യരെല്ലാം മരിച്ചു വീഴും. ഉത്കടമായ വേഗത്തിൽ എല്ലാം ഭസ്മമായി മാറും. പൊടുന്നനെ സർവേശ്വരൻ നൽകുന്ന കൽപ്പന കേട്ട് മത്സ്യങ്ങളാൽ ഭക്ഷിക്കപ്പെട്ട മാംസാദികൾ ഒരുമിച്ച് കൂട്ടുവാൻ പ്രധാന ദേവദൂതന്മാർ പുറപ്പെടും. അവർ അത്യുച്ചമായ ശക്തിയാൽ കുഴലൂതും. ഈ ലോകത്തിൽ മരണമടഞ്ഞ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുവിൻ. നിങ്ങൾ സൽക്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും അനുസൃതമായ പ്രതിഫലം വാങ്ങിക്കുവിൻ എന്ന് അവർ ഉദ്ഘോഷിക്കും. അത് കേട്ട് സകല മനുഷ്യരും തങ്ങളുടെ ആത്മാവോടും ശരീരത്തോടും ഒരുമിച്ച് പുറപ്പെടും. അവരെയെല്ലാം ജോസഫാത്ത് എന്ന താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടും. നന്മയെയും തിന്മയെയും വേർതിരിച്ച് കാണിക്കുന്ന അവിടുത്തെ ശക്തിമഹത്വം ആ മനുഷ്യരെയെല്ലാം രണ്ട് ഭാഗമാക്കി തിരിക്കും. എന്നല്ല, അവർ തന്നെ സ്വമനസ്സ രണ്ട് ഭാഗമായി തിരിഞ്ഞു നിൽക്കും. അവിടുന്ന് ശുഭഗാമികളെ വലത്തുവശത്തും വെറുപ്പ് കാട്ടാനായി ദുഷ്ടന്മാരെ ഇടത്തുവശത്തും നിർത്തും. ആ സമയത്ത് ആകാശത്ത് ഒരു വെൺമേഘത്തിൽ ജഗത്പൊരുളായ നാഥൻ്റെ കൊടിയടയാളമായ കുരിശ് പ്രത്യക്ഷപ്പെടും. സ്വർഗീയ സൈന്യങ്ങളും അവയുടെ അധിപന്മാരും അതിരില്ലാതെ സ്വർഗവാസികളുടെ കൂട്ടവും കാണപ്പെടും. അനന്തരം പരാപരനും സർവശക്തനും നീതിമാനുമായ നാഥൻ മിന്നിത്തിളങ്ങുന്ന വദനത്തോടെ മേഘത്തേരിൽ എഴുന്നള്ളി വരും. ആഹാ, ഭയജനകമായ എത്രയോ ഘോരഘോരമായ കാഴ്ചയാണിത്. അയ്യയ്യോ, എത്ര വലിയ ദുഃഖം! ദുഷ്ടന്മാർക്കെല്ലാം ശാപം വന്നിരിക്കുന്നു. അവിടുത്തെ പവിത്രമായ മുഖച്ഛായയിൽ സൂര്യനെപ്പോലെ വിളങ്ങുന്ന കണ്ണുകൾ തീജ്വാലയെന്ന പോലെ കാണപ്പെടും. അവിടുത്തെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ വാളിന് സമാനമായിരിക്കും. മിന്നിത്തിളങ്ങുന്ന സ്വർണത്തെ ലജ്ജിപ്പിക്കുന്ന പ്രഭയോടെ അവിടുത്തെ തൃപ്പാദം കാണപ്പെടും. അവിടുന്ന് സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ ആകാശം വിറച്ചു നിൽക്കും. ആ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കാൻ ഇടം ഒരുത്തർക്കുമില്ല. ഇരുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യരുടെ കരങ്ങളെല്ലാം സർവർക്കും പ്രസിദ്ധമായിരിക്കും. ഓരോ വ്യക്തിയും ചെയ്ത ദുഷ്കർമ്മങ്ങൾ എല്ലാവർക്കും പ്രസിദ്ധമായി തീരും. ദുർജനങ്ങൾ ദുഃഖിതരാകും. മനസ്സിൽ വിചാരിച്ചതും നാവുകൊണ്ട് പറഞ്ഞതും ധിക്കാരപൂർവം വായിച്ചതും എല്ലാം ഒരു മറവും കൂടാതെ പരസ്യമാക്കപ്പെടും. ഈ ലോകത്തിൽ പ്രസിദ്ധരായി നടന്ന ജനങ്ങൾ പ്രലോഭനങ്ങളാൽ ചപലചിത്തരായിരുന്നു എന്നത് പരസ്യമാകെ കൊണ്ട് ലജ്ജിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ സർവേശ്വരൻ അഗ്നിയുതിർക്കുന്ന മുഖഭാവത്തോടെ നിന്ദ്യരായി നിൽക്കുന്ന ജനങ്ങളെ നോക്കി വിധി പ്രസ്താവിക്കും. അപ്പോൾ സർവേശ്വരൻ്റെ നയനങ്ങൾ തീക്കുന്തങ്ങളെപ്പോലെയും വാക്കുകൾ അത്യധികം മൂർച്ചയുള്ള വാൾ എന്നതുപോലെയും ആയിരിക്കും. അവിടുത്തെ തിരുമുഖത്ത് തെല്ല് നേരം പോലും നോക്കി നിൽക്കാൻ കഴിവുള്ള യാതൊരു സൃഷ്ടിയും ഉണ്ടായിരിക്കുകയില്ല. അയ്യയ്യോ, ഭയങ്കരമായിരിക്കുന്നു ഇത്. പ്രിയ കൂട്ടുകാരെ, അന്ത്യവിധിയെക്കുറിച്ച്
അത്രയ്ക്കും കൃത്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചാവറ പിതാവ് കണ്ട ദർശനമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. അന്ത്യവിധിയിൽ എന്താണ് നടക്കുക എന്ന് എല്ലാം പരസ്യമാക്കുന്ന ഒരു സമയം, മറച്ചുവെച്ച് ചെയ്തതെല്ലാം പരസ്യമാക്കപ്പെടുന്നൊരു സമയം, എല്ലുകളിൽ മാംസവും ഞരമ്പുമൊക്കെ വെച്ച് പിടിച്ച് മരിച്ചവർ വീണ്ടും അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യരെ പോലെ മറച്ചു വെച്ചതൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വിറയലും ലജ്ജയും എല്ലാം പിതാവ് വിവരിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ പുണ്യാത്മാവിനെ നമുക്കിന്ന് ഓർക്കാം. മാധ്യസ്ഥം വഹിക്കാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ചാവറ പിതാവിനോട് നമുക്ക് യാചിക്കാം. വലിയ വിശുദ്ധനാണ്, നമ്മുടെ സഭയുടെ അടിത്തറ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ, ആശുപത്രികൾ, അഗതി മന്ദിരങ്ങളെല്ലാം തുടക്കമിട്ടത് ഈ പുണ്യാത്മാവാണ് എന്ന് ഓർക്കാം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഈ പുണ്യദിനത്തിൽ നമുക്ക് വളരെ ശക്തമായിട്ട് പിതാവിനോട് യാചിക്കാം. അവിടുന്ന് കണ്ട രണ്ടാം വരവിൻ്റെ ദർശനം, അന്ത്യവിധിയുടെ ദർശനം ഞങ്ങൾക്ക് വലത്ത് ഭാഗത്തേക്ക് കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ചാക്കോച്ചൻ എന്ന വിളിപ്പേരുള്ള ചാവറയച്ചൻ, അമ്മയുടെ പൊന്നോമന പുത്രൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ ജനുവരി 3-ാം തീയതി വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.